അതേ ശ്വേത, അവന്മാരാണെങ്കിലോ ഇംഗ്ലീഷിലേ സംസാരിക്കുന്നുള്ളൂ. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. അത് കുഴപ്പമൊന്നുമില്ലടാ, കമ്മ്യൂണിക്കേഷന്റെ ഒക്കെ പ്രോബ്ലം. നീ വിഷമിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലേ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അതെ അർജുൻ, അവളുടെ ഫ്രണ്ടിനും കൂടി ഏതോ നല്ല കമ്പനിയിൽ നല്ല ശമ്പളത്തിന് ജോലി വാങ്ങിക്കൊടുത്തത്രേ. ശ്വേത കാരണം അവള് ലൈഫിൽ സെറ്റിലായി. നീയും ഇനി ഫോറിനിലേക്കൊന്നും പോണ്ട. നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയേ. ഇവള് വിചാരിച്ചാൽ നിനക്ക് ഇവിടെ തന്നെ നല്ലൊരു ജോലി വാങ്ങിത്തരാൻ പറ്റൂ അർജുൻ. അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ, ഞാൻ തന്നെ നോക്കിക്കോളാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ശ്വേതയോട് ചോദിച്ചോളാം. ശരി മാമി. ശരി ശ്വേത, ഗുഡ് നൈറ്റ്. എടി, ഞാൻ പോയ ശേഷം വീണ്ടും പ്രേതപടം കാണാനാന്നും പറഞ്ഞ് ലാപ്ടോപ്പിൽ തൊട്ടാലുണ്ടല്ലോ കൈ തല്ലി ഒടിക്കും. മര്യാദയ്ക്ക് പാലെടുത്ത് കുടിച്ച് ഉറങ്ങാൻ നോക്ക്. പെട്ടെന്ന് പാലെടുത്ത് കുടിക്കടി. അമ്മേ, എന്താമ്മ ഇത്? ഇന്നും ഈ ജ്യൂസ് തന്നെയാണോ? എടി, ഇന്നൊരു ദിവസം കൂടി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്ക്. വെറുതെ ഓരോ പ്രശ്നം കൊണ്ട് വന്നോളൂ. ഗുഡ് മോർണിംഗ് അർജുൻ. ഗുഡ് മോർണിംഗ് ശ്വേത. അർജുൻ, നീ എത്തിയോ? ഇരിക്കട്ടോ, ഞാൻ നിനക്ക് ഭക്ഷണം എടുത്തോണ്ട് വരാം. അല്ല വേണ്ട, എനിക്ക് അല്ലെങ്കിൽ സമയമായി, ഞാൻ പോവാ. എന്താ ഇത് അർജുൻ? നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ അമ്മ മസാല ദോശ ഉണ്ടാക്കുക, അത് കഴിച്ചിട്ട് പോയാ പോരെ? അതല്ല ശ്വേത, എന്റെ ഫ്രണ്ട് അടുത്ത് അവനെ കാണാൻ വന്നില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ആക്ച്വലി ട്രെയിനിങ് കഴിയുന്നവരെ അവന്റെ റൂമിൽ താമസിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇവിടെ താമസിക്കുന്ന പോലെ ആയിപ്പോയി. ഞാനാണെങ്കിൽ ട്രെയിനിങ് പോയിട്ട് ദിവസം ലേറ്റ് ആയല്ലേ വരുന്നത്, അതുകൊണ്ട് അവനെ കാണാൻ പറ്റുന്നില്ല. ശരി, അപ്പൊ ഇന്നൊന്ന് നേരത്തെ ഇറങ്ങിയാലേ അവനെ കണ്ടിട്ട് അങ്ങനെ ട്രെയിനിങ് പോകാന്ന് വിചാരിച്ചു ശ്വേത. അപ്പൊ ടിഫനോ? ഇന്നൊരു ദിവസം ഞാൻ അവന്റെ കൂടെ പുറത്ത് കഴിച്ചോളാം. ശരി, ഓക്കെ. മാമി പോയിട്ട് വരാവേ. ശരി മോനെ, സൂക്ഷിച്ചു പോയിട്ട് വരണേ. ബൈ ശ്വേത. ബൈ. ശരിയമ്മേ, എനിക്കാണെങ്കിൽ ഇന്ന് വർക്ക് ഫ്രം ഹോം ആണ്. ഞാൻ റെഡി ആയിട്ട് എന്റെ ജോലി നോക്കട്ടെ, ഡിസ്റ്റർബ് ചെയ്യല്ലേട്ടോ. ശരിയടി. എന്താ ഡോക്ടർ മാഡം, ഇപ്പോഴാണോ ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴി അറിഞ്ഞത്? അയ്യോ, അങ്ങനൊന്നും ഇല്ല ആന്റി. ആ വഴിമുക്കിൽ ഒരു പേഷ്യന്റിനെ കാണാൻ വരുമെന്ന് അറിയാലോ. പേഷ്യന്റിനെ കാണാൻ വന്നു, വർക്ക് പെട്ടെന്ന് തീർന്നു ആന്റി. അതുകൊണ്ട് ആന്റിയും ശ്വേതയും ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നേ. ശ്വേത എവിടെ? ഓഫീസിൽ പോകാൻ പുറപ്പെട്ടോ? ഇല്ലെന്നേ, ശ്വേതയ്ക്ക് ഇപ്പോ വർക്ക് ഫ്രം ഹോം ആണ്. മുകളിലാ ഉള്ളത്. നിക്കൂ, ഞാൻ ഇപ്പൊ വിളിക്കാം. ശ്വേതേ, ശ്വേതേ. അമ്മ, എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞല്ലേ, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഇങ്ങോട്ടൊന്നു വാ. പ്രധാനപ്പെട്ട ഒരു VIP നിന്നെ കാണാൻ വേണ്ടി വന്നിരിക്കുക. നിന്നെ കണ്ടേ അവര് പോവൂ. ഇങ്ങോട്ടൊന്നു വാ. നിക്ക്, ദാ വരുന്നു. ഹേ മായ, വാട്ട് എ സർപ്രൈസ്. ഹായ്. എപ്പോഴാ US വന്നത്? യുഎസോ? ഞാനെപ്പോഴാ പോയേ? ഇവിടെ തന്നെയുണ്ട്. നിന്നോട് ആരാ പറഞ്ഞേ? അല്ല,
കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, അതുകൊണ്ട് US പോയി കാണുന്ന കരുതി. ഈ കളിയാക്കൽ അഹങ്കാരം നിന്നെ വിട്ട് പോവില്ലെന്ന് തോന്നുന്നു. യാ കൂടെ പിറപ്പായി പോയി, കൂടെ തന്നെ ഉണ്ടാവൂ. ശരി ആന്റി, എനിക്ക് സമയമായി, ഞാൻ പോവാണ്. ഇത് നോക്കുമായേ, നീ ഒരുപാട് കാലം കൂടി വന്നതാ, ഇരുന്ന് ഭക്ഷണം കഴിച്ചേ പോകാവൂ. അയ്യോ ആന്റി പ്ലീസ്, ഞാൻ പിന്നീട് ഒരിക്കൽ വന്ന് ഉറപ്പായിട്ടും കഴിക്കാം. ഓൾറെഡി സമയമായി, പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പോട്ടെ ആന്റി. എന്നാ Bye. ശരി. ബൈ, ടേക്ക് കെയർ. യാ. സമയത്തിന് ഭക്ഷണം കഴിക്കണം കേട്ടോ, ആരോഗ്യം ശ്രദ്ധിക്കണം. ശരി അമ്മേ, അമ്മ അവിടെ സൂക്ഷിച്ചിരുന്നോളൂ. അച്ഛനെയും സൂക്ഷിച്ചിരിക്കാൻ പറയും, എന്താ ശരിയല്ലേ? ശരിടാ. ഉം. അമ്മ എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട്, ഞാൻ എന്നാ പിന്നെ വിളിക്കാവേ. ശരി മോനെ. ഡാ, എന്താടാ നീയല്ലേ പറഞ്ഞു ഈവനിങ് പിക്കപ്പ് ചെയ്യാൻ വരാന്ന്? ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരം കാത്തിരുന്നു അറിയോ? എടാ സോറിടാ, ഇന്ന് എനിക്ക് കുറച്ച് കൂടുതൽ ജോലി ഉണ്ടായിരുന്നു. ഇന്നും ആ മാനേജർ എന്നിട്ട് വട്ടം കറക്കുകയായിരുന്നു. ശരി വിട കളിയാ, ഞാൻ ക്യാബ് ബുക്ക് ചെയ്ത് വന്നു. ശരി ഓക്കെ മച്ചാ, ഇന്നത്തെ നിന്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു? എന്ത് പറയാനാ, ഇവിടെ തന്നെ എന്നെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൽ ഞാൻ ഫോറിൻ പോയി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഒരു പിടിയില്ല. അതെന്താടാ അത്രയ്ക്ക് ടഫായിരുന്നോ? അതെ കളിയാ, ഒരു കുന്തവും മനസ്സിലാവുന്നില്ല. പിന്നെ നീ എന്തിനാ അവിടെ പോയി കഷ്ടപ്പെടുന്നത്? നീ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്ക്. എന്ത് സ്റ്റോപ്പ് ചെയ്യാനോ? സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ എങ്ങനെ ഫോറിൻ പോകും, പിന്നെ എങ്ങനെ സെറ്റിലാകും? എടാ നീ ഫോറിനിൽ പോവാതെ തന്നെ സെറ്റ് ആകാനായിട്ട് നീ എന്റെ അടുത്ത് നല്ല വഴിയുണ്ട്, പറയട്ടെ? അളിയാ എന്താ വഴി പറയടാ. കയ്യിൽ വെണ്ണയും വെച്ചിട്ട് നീ എന്തിനാണ് നെയ്ക്ക് വേണ്ടി അലയുന്നേ? അത്രയ്ക്ക് പൊട്ടനാണോ നീ? എടാ ആദ്യ കാര്യം എന്താണെന്ന് പറയടാ. എടാ നിന്റെ മാമിയുടെ മോള് തന്നെയാണ്. നീ എന്തായി പറയുന്നേ? എടാ നിന്റെ മാമിയെ കൊണ്ട് സമ്മതിപ്പിച്ച് ആ പെണ്ണിനെ കിട്ടി നീ അവിടെ സെറ്റിൽ ആവടാ. അയ്യോ എന്റെ പൊന്നു ദൈവമേ, ഞാൻ നിന്നേക്ക് വിശ്വസിച്ച ഒരു ഐഡിയ ചോദിച്ചില്ലേ, അത് എന്റെ തെറ്റാണ്. എന്റെ മോനെ ഞാൻ വല്ല തെറ്റും പറഞ്ഞോ? അത് നിന്റെ മാമിയുടെ മോളല്ലേ, നിനക്ക് അവകാശം ഉണ്ടല്ലോ. അതെ, അതിനെന്താ? നീ എന്തുവാ ഇങ്ങനെ? അല്ല അതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? ശ്വേത, ശ്വേത എന്നല്ലേ പറഞ്ഞേ? അവളെ നിനക്ക് ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടൊക്കെയാണ്, പക്ഷേ എന്തോന്ന് പക്ഷേ? അവള് സുന്ദരിയാണെന്ന് പറഞ്ഞു, നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, അവള് കൈ നിറയെ സമ്പാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് കൂടുതൽ ആലോചിക്കുന്നത്? അതല്ല, അവരുടെ സ്റ്റാറ്റസ് വേറെയാണ്, എന്റെ സ്റ്റാറ്റസ് വേറെയാണ്. അതുമാത്രല്ല, ഒരുപക്ഷെ ഞാൻ ചോദിച്ച അവരില്ലെന്ന് പറഞ്ഞാലോ? ബന്ധം വിട്ടുപോടാ. അവരുടെ സ്റ്റാറ്റസ് ഞാൻ ഈക്വലായി വന്നതിന് ശേഷം ചോദിച്ചാൽ അവർ ഒന്നും വിചാരിക്കത്തില്ല. ആര് നീയോ? അവരുടെ സ്റ്റാറ്റസിന് ഈക്വലോ? ഇടാ അപ്പോഴേക്ക് ശ്വേതയുടെ മോക്ക് കല്യാണമാകും. എടാ മച്ചാ, ഞാൻ പറഞ്ഞ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ഐഡിയ ഞാൻ പറഞ്ഞുതരാം, നീ ആ വഴിക്കൊന്ന് നോക്ക്. എന്താ പറയ്. നിന്റെ മാമിയോട് സംസാരിക്കാൻ നിനക്ക് പേടിയാണെങ്കിൽ ശ്വേതയുടെ അടുത്ത് നേരിട്ട് ലവ് പ്രപ്പോസ് ചെയ്ത് കറക്റ്റ് ചെയ്യടാ. ആര്? എന്നെ? അവളെ കറക്റ്റ് ചെയ്യേ? എടാ നടക്കുന്ന കാര്യം സംസാരിക്കേ. എന്ത് പറഞ്ഞാലും നീ ഓർക്കാണല്ലോടാ. എന്താടാ? എന്റെ പൊന്നു പുണ്യവാളാ, നീ ഇതിനൊന്നും സെറ്റ് ആവില്ലടാ. നേരെ ഫോറിൽ പോയി ചുമടെടുത്ത് ജീവിക്കാനാടാ നിന്റെ യോഗം. എനിക്ക് പണിയുണ്ട്, ഞാൻ ഫോൺ വെക്കുക. നിന്നെ ഞാൻ നാളെ വിളിച്ചോളാം. ബൈ. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല രസമൊക്കെയുണ്ട്. ഇതൊക്കെ നടക്കുവോ? വാ മോനെ അർജുൻ. രാവിലെ നിന്റെ റൂമിലേക്ക് കാപ്പി കൊണ്ടുവന്നപ്പോ നീ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്ന് ലീവാണെന്ന് പറഞ്ഞിരുന്നില്ലേ? ശരി, ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു.